നമസ്കാരം. ഇറാന് മേലുള്ള ഉപരോധം തുടരുന്നതിനിടെ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന നടപടിയെക്കുറിച്ച് വീമ്പിളക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US നേവി ഇപ്പോൾ കടലിൽ ഇടപെടുന്നത് കടൽ കൊള്ളക്കാരെ പോലെയാണെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. ഒരു കപ്പൽ പിടിച്ചെടുത്ത സൈനിക നടപടിയെക്കുറിച്ച് വിവരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം. ഫ്ലോറിഡയിൽ വെള്ളിയാഴ്ച നടന്ന ഒരു റാലിയിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കപ്പലിന് മുകളിൽ വന്നിറങ്ങി, അത് കൈക്കലാക്കി. ഞങ്ങൾ ആ കപ്പലും അതിലെ ചരക്കും എണ്ണയും പിടിച്ചെടുത്തു. ഇതൊരു വലിയ ലാഭമുള്ള ബിസിനസ്സാണ്. ഞങ്ങൾ ഒരു പരിധിവരെ കടൽ കൊള്ളക്കാരെ പോലെയാണ്, എന്നാൽ ഞങ്ങൾ തമാശ കളിക്കുകയല്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാനിയൻ അസംസ്കൃത എണ്ണ കടത്തുകയാണെന്ന് ആരോപിക്കപ്പെട്ട 2 ടാങ്കറുകൾ അമേരിക്കൻ സേന തടഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഇറാൻ ശക്തമായി എതിർപ്പ് അറിയിച്ചിരുന്നു. വാഷിംഗ്ടൺ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചതായി ഇറാൻ കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ കടൽ കൊള്ളയെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ലോകം കടൽ കൊള്ളക്കാരുടെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് എക്സിൽ കുറിച്ച ബഗായി നിയമവിരുദ്ധമായ പിടിച്ചെടുക്കലുകളെ നിയമപരമായ ന്യായീകരണങ്ങൾ നൽകി മറയ്ക്കാൻ US അധികൃതർ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ഇതിനുള്ള മറുപടി എന്നോണമാണ് ട്രംപിന്റെ കടൽ കൊള്ള പരാമർശം. വെള്ളിയാഴ്ച വരെ 45 കപ്പലുകൾ തങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ആവശ്യമുള്ളത്ര കാലം വരെ ഉപരോധം തുടരുമെന്നായിരുന്നു ഏപ്രിലിൽ പീറ്റ് ഹെഗ്സെറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതേസമയം ഈ ഉപരോധം ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ അവിടെ നിന്ന് വരുന്നതോ ആയ ഏത് രാജ്യക്കാരുടേതായാലും എല്ലാ കപ്പലുകൾക്കും ബാധകമാണെന്നായിരുന്നു US സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ ഡാൻ കെയ്ൻ പ്രസ്താവിച്ചത്. US ഉപരോധം തുടരുന്നിടത്തോളം കാലം ഹോർമുസിലെ പ്രതിസന്ധി തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം നേരത്തെയും കടുത്ത പ്രസ്താവനകളുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഭ്രാന്തന്മാരുടെ കയ്യിൽ അണുവായുധം കിട്ടാതിരിക്കാനാണ് തങ്ങൾ പോരാടുന്നതെന്നും ഇറാന്റെ പക്കൽ അണുവായുധം എത്തിയാൽ ഇസ്രയേലും യൂറോപ്പും തകർന്നടിഞ്ഞേനെയെന്നും ട്രംപ് ഫ്ലോറിഡയിൽ നടന്ന പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച സമർപ്പിച്ച ഇറാന്റെ പുതിയ നിർദ്ദേശം ട്രംപ് തള്ളുകയും ചെയ്തിരുന്നു. ഇറാൻ നേതൃത്വത്തിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അവർക്കൊരു കരാർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ അവിടുത്തെ നേതൃത്വം ആകെ കുഴപ്പത്തിലാണ്. ഉടനെ ഒരു ഒത്തുതീർപ്പിനില്ല. ഇപ്പോൾ യുദ്ധം നിർത്തിയാൽ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം വരുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും റഡാർ സംവിധാനങ്ങളും തകർന്നടിഞ്ഞതായും ട്രംപ് അവകാശപ്പെട്ടു. B-2 ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ പ്രതിരോധത്തിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഇറാന് മുന്നിൽ 2 ഓപ്ഷനുകൾ മാത്രമാണുള്ളത്: ഒന്നെങ്കിൽ ചർച്ചയ്ക്ക് വരിക, അല്ലെങ്കിൽ എന്നേക്കുമായി ഇല്ലാതാവുക എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ലംഘനങ്ങളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെ എണ്ണവാതക വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി വരികയാണ്. നേരത്തെ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകാത്തതിനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും വിമർശിച്ചിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങൾക്കും സമുദ്ര ഗതാഗതത്തിനുമേൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ കറാച്ചി തുറമുഖത്ത് ആയിരക്കണക്കിന് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. കൂടാതെ ഏപ്രിൽ 25-ന് പാകിസ്ഥാൻ വാണിജ്യ മന്ത്രാലയം ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ടു ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ ഓർഡർ 2026 പുറപ്പെടുവിച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് 3 രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ റോഡ് മാർഗം ഇറാനിലേക്ക് കൊണ്ടുപോകാൻ ഉടനടി അനുമതി നൽകുകയും ചെയ്യുന്നവയാണ്.